BJP വാർഡ് കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴിയെടുത്തു. തിരുമലയിലുള്ള വീട്ടിലെത്തിയാണ് സംഘം ആദ്യഘട്ട മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയത്. ആവശ്യമെങ്കിൽ വീണ്ടും കുടുംബത്തിന്റെ മൊഴിയെടുക്കുമെന്ന് കന്റോൺമെന്റ് ACP അറിയിച്ചു. കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തിരുമല അനിലിന്റെ വീട്ടിൽ നേരിട്ടെത്തിയാണ് ആദ്യഘട്ട മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയത്. അന്വേഷണത്തിൽ കൂടുതലൊന്നും പറയാറായിട്ടില്ലെന്നും ആവശ്യമെങ്കിൽ വീണ്ടും കുടുംബത്തിന്റെ മൊഴിയെടുക്കുമെന്നും ACP പ്രതികരിച്ചു. മൊഴിയെടുപ്പിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ സംഘത്തോടും കുടുംബം വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് വിവരം. അതേസമയം അനിൽ പ്രസിഡന്റായിരുന്ന സഹകരണ സംഘത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടും ഭരണസമിതിയിലെയും നിക്ഷേപകരുടെയും വിവരങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അനിൽ നിരപരാധിയാണെന്നും കൃത്യമായ അന്വേഷണം നടക്കണമെന്നും അനിലിന്റെ വീട് സന്ദർശിച്ച കോൺഗ്രസ് നേതാവ് K മുരളീധരനും പ്രതികരിച്ചു. ശക്തമായിട്ടുള്ള അന്വേഷണം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, അനിൽ ഒരു നിരപരാധിയായിരുന്നു, സത്യസന്ധനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വന്തം പാർട്ടി പോലും അദ്ദേഹത്തിനെ കൈവിട്ടപ്പോഴാണ് അദ്ദേഹം ആത്മഹത്യക്ക് തയ്യാറായത്. ആത്മഹത്യാക്കുറിപ്പിൽ ആരുടെയും പേര് പരാമർശിക്കാത്ത സാഹചര്യത്തിൽ കുടുംബാംഗങ്ങളുടെ മൊഴിയടക്കം കേസ് അന്വേഷണത്തിൽ നിർണായകമാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.